എറിയാട് ശ്രീനാരായണ സേവാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഗുരുസ്പന്ദനം 2024 എന്ന പരിപാടി സംഘടിപ്പിച്ചു. മോഹനൻ കായ്പറമ്പിൽ വിദ്യാഭ്യാസ അവാർഡ്, ശ്രീനാരായണ ഗുരുദർശനം, കാലിക വർത്തമാനം, കരിയർ ഗൈഡൻസ് ക്ലാസ് എന്നിവ നടന്നു. ശ്രീനാരായണ ഗുരുദർശനം, കാലിക വർത്തമാനം എന്ന വിഷയത്തിൽ പി രാധാകൃഷ്ണൻ പ്രഭാഷണം നടത്തി. ലോക സർവമത സമ്മേളനത്തെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അതിവിടെ അടുത്തൊന്നല്ല, അമേരിക്കയിൽ ചിക്കാഗോയിൽ വെച്ച കേട്ടിട്ടുണ്ടാവുന്നതല്ല. അമേരിക്കയിൽ ചിക്കാഗോയിൽ നടന്ന സർവമത സമ്മേളനത്തിൽ സ്വാമി വിവേകാനന്ദൻ നടത്തിയ പ്രസംഗവും അതിൻ്റെ അഭിസംബോധനയും ഒക്കെ നമ്മൾ പലതവണ പറയുകയും കേൾക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളതാണ്. അപ്പം അതിനുശേഷം ലോകത്ത് നടന്ന, ഏഷ്യയിൽ ആദ്യമായിട്ട് നടന്ന ഒരു സമ്മേളനമാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളടക്കത്തിൽ വലിയ വ്യത്യാസമുണ്ട്. അവിടുത്തെ സമ്മേളനത്തെ കുറിച്ച് പറയുന്നത് അത് കൊളംബസ് അമേരിക്ക കണ്ടുപിടിച്ചതിൻ്റെ 400-ാം വാർഷികം അല്ലേ, 400-ാം വാർഷികത്തോടനുബന്ധിച്ച് അവിടെ വെച്ച് നടത്തിയ ഒരു സമ്മേളനമാണ്. അത് വ്യത്യസ്ത മതത്തിൽപ്പെട്ട ആളുകൾ അവരുടെ ഉണ്ണി പിക്കാസോ അധ്യക്ഷത വഹിച്ചു. കവി എന്ന് പറയുന്നില്ല, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പഠിക്കുന്ന കുട്ടികൾ എഴുതിയതെല്ലാം കവിത്വത്തിലാണ്, കാവ്യഭാഷയിലാണ്. എത്രയോ പുസ്തകങ്ങൾ കവികൾ, അതായത് ഏകദേശം 2000-ഓളം പുസ്തകങ്ങൾ അദ്ദേഹം, 2000-ഓളം പഠനങ്ങൾ അദ്ദേഹത്തെ കുറിച്ചുണ്ട്. 2000-ഓളം പഠനങ്ങളുണ്ട്. ശ്രീനാരായണ ഗുരു എന്താണ് ചെമ്പഴന്തിയുടെ നമ്മുടെ ഓലമേഞ്ഞ ആ വീട്ടിൽ താമസിച്ചിട്ട്. ടി കെ രമേശ്, പ്രേംലാഡ് തുടങ്ങിയവർ സംസാരിച്ചു. മോഹനൻ കായ്പറമ്പിൽ വിദ്യാഭ്യാസ അവാർഡ് എറിയാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫൗസിയ ഷാജഹാൻ വിദ്യാർത്ഥികൾക്ക് നൽകി അനുമോദിച്ചു. വി ഹരിലാൽ സ്വാഗതവും സുരേഷ് ബാബു നന്ദിയും പറഞ്ഞു.